ഹായ് ഗായ്സ്, നമ്മളൊരു കഴിഞ്ഞ പ്രാവശ്യത്തെ ഇത് രണ്ടാമത്തെ സൈക്കിൾ റൈഡാണ് ഞാൻ ഇടാൻ പോകുന്നത്. കഴിഞ്ഞ പ്രാവശ്യം ഒരു 30-35 കിലോമീറ്റേഴ്സ് ഉണ്ടായിരുന്നുള്ളൂ. ഇത് ഒരു വൺസ് ഇൻ 1 ഇയർ പോലെ സംഭവിപ്പിക്കുന്നതാണ്. കുറച്ച് ഡിസ്റ്റൻസ് ഉണ്ട്, പക്ഷേ നമ്മൾ ആദ്യമായിട്ട് ചെയ്യുന്നത്. ഇതിൽ നന്നായിട്ടൊക്കെ ആൾക്കാർ ചെയ്യുക. ഓവറല്ല 84 കിലോമീറ്റേഴ്സാണ് ഈ റൈഡ്. ബ്രിസ്ബെയിനിൽ നിന്ന് റെഡ് ക്ലിഫിലേക്കാണ് കേട്ടോ. ബ്രിസ്ബെയിൻ റെഡ് ക്ലിഫ് ഏകദേശം 42 കിലോമീറ്റേഴ്സാണ്. റെഡ് ക്ലിഫ് എന്ന് പറഞ്ഞാൽ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ടൂറിസ്റ്റ് സ്പോട്ടാണ്. അതൊരു ഐലൻഡുമാണ്. ഞങ്ങൾ 4 ഫ്രണ്ട്സാണ്. 2 പേര് മുന്നിൽ പോയിട്ടുണ്ട്, ഒരാൾ പിന്നിലുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ഒരു ചാലഞ്ച് പോലെ എടുക്കുകയാണ്. ഏകദേശം 5 മണിക്ക് തുടങ്ങി ഒരു 10:30 11 o'clock തിരിച്ചു വരാമെന്നാണ് വിചാരിക്കുന്നത്. ഇവിടുത്തെ ബ്രിസ്ബെയിനിലെ ഏറ്റവും വലിയൊരു ബ്രിഡ്ജാണ് വരാൻ പോകുന്നത് കേട്ടോ. അതൊരു അത്യാവശ്യം വലിയൊരു ബ്രിഡ്ജാണ്. എയർപോർട്ടിൻ്റെ അടുത്തുമാണ്. അപ്പോൾ അത് ക്രോസ് ചെയ്തിട്ടാണ് പോകാൻ. നമ്മൾ ജസ്റ്റ് തുടങ്ങി അല്ലേ. എൻ്റെ കൂടെയുള്ള ചങ്ങയാണത്. നമ്മളിപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ബ്രിഡ്ജിലേക്ക് കയറാൻ പോകാം കേട്ടോ. മാസീവ് ബ്രിഡ്ജാണ്. റൈറ്റ് അല്ല. Follow this way for 2.4 kilometers. ബ്രിഡ്ജ് ക്രോസ് ചെയ്യാൻ പോവാണ്. ബിഗ് ബ്രിഡ്ജാണ് കേട്ടോ. ഓസ്ട്രേലിയ അത്യാവശ്യം ഹെൽത്ത് വൈസ് നല്ല രീതിയിൽ ഒരു ഡെവലപ്മെൻറ്റ് റേറ്റുള്ള ഒരു കൺട്രിയാണ്. ഡെസിനേറ്റഡ് ബൈക്ക് പാസും പിന്നെ ഒരുപാട് ആളുകൾ എക്സസൈസും കാര്യങ്ങളൊക്കെ ചെയ്ത് ശ്വാസം പോകുന്നുണ്ട്. കണ്ടോ, രാവിലെ തന്നെ കുറേ ആളുകളുണ്ട് സൈക്ലിങ്ങിന് ഈ സമയത്തും. ബ്രിഡ്ജിൻ്റെ കയറ്റം കഴിഞ്ഞു കേട്ടോ. ഇനി ഇറക്കാം. മാറുണ്ട് കുറച്ച് ടൈറ്റായിരുന്നു. പക്ഷേ ഇവിടെ 84 എന്ന് പറഞ്ഞാൽ 84 കിലോമീറ്റർ എന്നാൽ അത്യാവശ്യം സ്പീഡൊക്കെ ഡിസ്റ്റൻസ് ആണ്. ബട്ട് ഇവിടെ 100-120 ഒക്കെയാണ് ഈ റേസസ് ഒക്കെ ഉണ്ടാവുമല്ലോ, സൈക്കിൾ റേസിനൊക്കെ ഉണ്ടാവാറ് കേട്ടോ. നമ്മൾ ബ്രിഡ്ജിൻ്റെ ഏകദേശം അവസാനം എത്താനായി കേട്ടോ. ഈ ബ്രിഡ്ജ് പിന്നെ എന്താ പറയുക, എയർപോർട്ടിലേക്ക് കൂടി ഉള്ളൊരു ബ്രിഡ്ജാണ്. അത്യാവശ്യം വലിയ ബ്രിഡ്ജാണ്. നിങ്ങൾക്കത് ഞാൻ വീഡിയോ കാണിച്ചപ്പോൾ മനസ്സിലായതെന്ന് അറിയില്ല. മാസീവാണ്. ഞാൻ നേരത്തെ പേര് കറക്റ്റ് പറഞ്ഞതെന്ന് അറിയില്ല. ഗേറ്റ് വേ ബ്രിഡ്ജ് കേട്ടോ അതിൻ്റെ പേര്. നമ്മൾ ഇവിടുന്ന് സിറ്റി കാണാൻ പറ്റും. ഞാൻ കാണിച്ചു തരാൻ പറ്റും നോക്കട്ടെ. ഇപ്പോൾ നല്ല സ്പീഡിലാണ് പോകുന്നത്, ഇറക്കായോണ്ടേ. അപ്പോൾ അതുകൊണ്ട് കാണിക്കാൻ പറ്റുമെന്ന് അറിയില്ല. ബട്ട് സ്റ്റിൽ ഐ ട്രൈ. നല്ല രാവിലെ ഇങ്ങനെ സൂര്യനിങ്ങനെ റെഡിയായി വരുന്നേയുള്ളൂ കേട്ടോ. ഫുള്ള് ബുഷാണ്. ബുഷിനുള്ളിൽ കൂടിയാണ്ടാ. 1
നമ്മളെ ചങ്ങായി വരുന്നത്. മഹേഷ്, ഇനി ഫുൾ ബൈക്ക് പാത്താട്ടാ, അടിപൊളി ബൈക്ക് പാത്ത്. സ്ട്രെയിറ്റാന്ന് പറഞ്ഞ് മുറി. അപ്പോൾ വേറെ ഒന്നും അറിയിക്കാനില്ല. മറ്റേ എയർപോർട്ടിലേക്ക് പോകുന്ന ട്രെയിനിൻ്റെ ബ്രിഡ്ജാട്ടോ മുകളിൽ കാണുന്നില്ല. എയർപോർട്ടിലേക്ക് പോകുന്ന ട്രെയിനിൻ്റെ ബ്രിഡ്ജാണ്. ചെറിയ മോണോ റെയിൽ ഒരു സ്റ്റൈലല്ലേ ഉണ്ടാ. ബ്രിസ്ബേൻ എയർപോർട്ട് കേട്ടോ. എയർപോർട്ടിൻ്റെ സൈഡിലൂടെ പോകുന്നത്. ഫ്ലൈറ്റൊക്കെ നിർത്തി കണ്ടില്ലേ. കോവിഡൊക്കെ ആയിട്ട് പോകാനൊന്നും ഇല്ലാന്ന് തോന്നുന്നു. ആടാ അടിപൊളിയാടാ. ലെഫ്റ്റ് 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 ലെഫ്റ്റ്. അവിടെ നിന്ന് ചെറുതായിട്ടൊന്ന് കൺഫ്യൂഷനായി. കണ്ടൽക്കാടുകൾ ഇല്ലേ നാട്ടിലെ, അതുപോലെയുള്ള സ്ഥലമാട്ടോ. ഫുള്ള് കണ്ടൽക്കാടുകളാണ് കാണുന്നില്ല. ബ്രിഡ്ജിൻ്റെ അടിയിലൊക്കെ ഫുള്ള് വെള്ളവും ബുക്സും വെള്ളം സംഭവം അടിപൊളിയാണ്. നല്ല കയറ്റായി ചേട്ടാ. ഇതൊരു നല്ല കയറ്റാണ്. വലിയ കയറ്റല്ല, ബട്ട് സ്റ്റിൽ ചെറിയ ബ്രിഡ്ജിലേക്ക് സ്റ്റീപ്പാണ് കുറച്ച്. ഒരു ചെറിയൊരു കാട്ടിൻ്റെ ഉള്ളിൽ കൂടി ആയിട്ടാ യാത്ര. ഇപ്പോൾ നടന്നല്ല, നമ്മൾ ഏകദേശം ഒരു 25 കിലോമീറ്ററോളം പോയി ചേട്ടാ. പിന്നെ ഒരു 15 കിലോമീറ്റർ 17 കിലോമീറ്റർ കൂടി ഉണ്ട്. ഇപ്പോൾ ഏകദേശം ഒരു 23 കിലോമീറ്റർ പെർ അവറല്ലേ, പെർ അവർ സ്പീഡിലാണ് പോയിക്കൊണ്ടിരുന്നത് ഏവറേജ് ആയിട്ട്. പിന്നെ നല്ല വെതറാണ്, ഒരു കൂളാണ് കുറച്ച്. അങ്ങനെ വെയിലൊന്നും വന്ന് തുടങ്ങിയിട്ടില്ലല്ലോ, സമയം അത്രേ ആയിട്ടുള്ളൂ, 6 അങ്ങനെ ആയിട്ടുള്ളതെന്ന് തോന്നുന്നു. അപ്പോൾ അധികം ഹ്യൂമിഡൊന്നുമല്ല, നല്ല കൂളാണ്. അതുകൊണ്ട് വലിയൊരു വിഷമമില്ല, പോകാൻ ഫീൽ ചെയ്യുന്നില്ല. ഇനിയിപ്പോൾ അവിടെ എത്തിയിട്ട് പിന്നെ ഒരു 15-20 മിനിറ്റ്സ് ബ്രേക്ക് എടുത്ത് പിന്നെ ഒരു കാപ്പിയൊക്കെ കുടിച്ച് അധികം വൈകാതെ വിടണം. കാരണം വെയിൽ വന്നു കഴിഞ്ഞാൽ വളരെ പ്രയാസമായിരിക്കും തിരിച്ചു വരുന്നത്. അപ്പോൾ പെട്ടെന്ന് തിരിക്കണം. പിന്നെ ഒരു 42 കിലോമീറ്റർ പിന്നെയും ഉണ്ട് റിട്ടേൺ അടിക്കണം. വൺ വേ ആണ് 42 കേട്ടോ, റിട്ടേൺ 42. പിന്നെ മറ്റേ നിങ്ങളോട് സംസാരിക്കുമ്പോഴേക്കും ഫ്രണ്ട്സൊക്കെ അങ്ങ് എത്തി. ഇപ്പം ക്യാച്ചപ്പ് ചെയ്യട്ടെ. അപ്പോൾ അത് കണ്ടോ, നല്ല നമ്മളെ വയനാട് ചുരത്തിലൂടെയൊക്കെ പോകുന്നില്ലേ ഏകദേശം. അത്രയില്ല, എന്നാലും ആ ഒരു വളവും കാര്യങ്ങളൊക്കെ. എനിക്കൊന്ന് ഇന്ന് സൺഡേ ആണ്ടാണോ ആർക്കറിയാം, ആൾ കുറച്ച് കുറവ് പോലെ ഫീൽ ചെയ്യുന്നത് കേട്ടോ. ഇത് കണ്ടോ ട്രക്ക് കണ്ടോ, മറ്റേ ആർമി ട്രക്ക് ഇതേടാ. കംപ്ലീറ്റ് എന്തോ ആർമി റിസർവ് എങ്ങനെയാണെന്ന് തോന്നുന്നു. ട്രക്കുകൾ ആ ബ്രിഡ്ജാണ്, ഞാൻ നേരത്തെ പറഞ്ഞ ബ്രിഡ്ജാണ് ചേട്ടാ. പോവാ, അവരൊക്കെ കുറേ അങ്ങ് എത്തി. പിടിക്കണേ പണിയാണ് കേട്ടോ. നമ്മൾ 3 പേരെ മുന്നിൽ കാണാം. ആ മുന്നിലുള്ള ആൾ മുന്നേ ഇവിടെ മഹേഷ് എന്നാണ് മൂപ്പര പേര്. മുന്നേ ഇതിലൂടെ വന്നതാണ്. സോ മൂപ്പര പറഞ്ഞേ പാമ്പ് കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ജസ്റ്റ് മിസ്സായതാ, പാമ്പുണ്ടായിരുന്നത്. അത് ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞാൽ സെൻറ്ററിലൂടെ പോകാൻ പറഞ്ഞു. എന്താ വ്യൂ ആണ് ഇതുകൊണ്ട് വെള്ളം കണ്ടോ ഫുള്ള് ഫുള്ള് ബുഷാട്ടാ. നല്ല ഹൈറ്റിൽ കണ്ടോ പുല്ല് കണ്ടോ ഇടതുഭാഗത്ത് നല്ല ഓടുന്നുണ്ട്. ഓൺ യുവർ റൈറ്റ്. ക്രോസ് ചെയ്യുന്ന സമയത്ത് ഓൺ യുവർ റൈറ്റ് പറയണം. ഇങ്ങനെയാണ് റൂട്ട്. നമ്മൾ ഏകദേശം എത്തി. 37 കിലോമീറ്റേഴ്സ് ആയി. ഇതാണ് ഈ ബ്രിഡ്ജ് ഞാൻ പറഞ്ഞേ, റെഡ് ക്ലിഫിൻ്റെ ഐലൻഡിലേക്കുള്ള ബ്രിഡ്ജാണിത്. പിന്നെ ഇത് വളരെ ലോങ് ആയിട്ടുള്ള
കടലിൻ്റെ മുകളിൽ കൂടെയുള്ള ബ്രിഡ്ജാണ്. വളരെ ലോങ് ആയിട്ടുള്ള ബ്രിഡ്ജാണ്. എനിക്ക് വന്നത് ഒരു 3 കിലോമീറ്റേഴ്സൊക്കെ ഉണ്ടാവുമായിരിക്കും. പിന്നെ ഓക്കെ, ഓൾമോസ്റ്റ് എത്തി. അങ്ങനൊരു പകുതി ദൂരം കഴിഞ്ഞെന്ന് പറയാം. ഇവിടെ എത്തി. ഇനിയിപ്പം റിട്ടേൺ അടിക്കണം, ഒരു ബ്രേക്ക് എടുത്തിട്ട് ചേട്ടാ. പിന്നെ നല്ല ബ്യൂട്ടിഫുൾ സ്ഥലമാണിത്. പിന്നെ അടിപൊളി ബ്രിഡ്ജ് ക്രോസ് ചെയ്തു, ഈ ഐലൻഡിലെത്തി. റെഡ് ക്ലിഫ് എന്നാണ് ഈ ഐലൻഡിൻ്റെ പേര്. Money that I don't accept. Something like this. കൊച്ചിയിലുള്ള വെമ്പനാട് കായലിൻ്റെ ചെറിയൊരു ലുക്ക് ഫീൽ കിട്ടും കേട്ടോ. ഏത് വെള്ളത്തിൻ്റെ കാര്യമാണ് പറഞ്ഞത്. അതാ ഞാൻ വേണ്ട, ഇതാണ് കടലിലേക്കുള്ള പാലാണിത്. ഞാൻ നേരത്തെ പറഞ്ഞ ബ്രിഡ്ജ് കാണുമോ? ഓക്കെ വേണ്ട, അതാണ് കാണുന്നത് ബ്രിഡ്ജ്. ലെങ്ത് വേണ്ട, കടലിലേക്ക് അരലിലേക്ക് കയറി. പോർട്ട് കാണണം. പോർട്ട് കാണുന്നുണ്ടോ ആവോ? അവിടെ അതാണ് പോർട്ട്, ചെറുതായിട്ട് കാണാം. ഷിപ്പ് കാണാം കേട്ടോ. അങ്ങനെ ഒരു ഹാഫ് ആൻ അവർ ബ്രേക്ക് എടുത്തു. നമ്മൾ റിട്ടേൺ അടിക്കുക കേട്ടോ. ഇപ്പോൾ പകുതി ദൂരമായി, 42 കിലോമീറ്റേഴ്സായി. ഇതിന് റിട്ടേൺ അടിക്കാൻ പോകുന്നു. ഓൾമോസ്റ്റ് ഇപ്പോൾ എത്രയാണ്? 7:30 ആയി തോന്നുന്നു. സോ ഒരു 10:30 11 o'clock ആകുമ്പോഴേക്ക് തിരിച്ചു പിടിക്കാൻ പറ്റുമായിരിക്കും. ഏകദേശം 70 കിലോമീറ്റേഴ്സ് ആയി. തിരിച്ചു വരുമ്പോൾ കുറച്ച് നിന്നുള്ള മസിലൊക്കെ പിടിച്ചു, കാലിലെ മസിലൊക്കെ പിടിച്ചു. കുഴപ്പമില്ല, സ്റ്റിൽ ഓക്കെയാണ്. ഓൾമോസ്റ്റ് ദെയർ.
അങ്ങനെ ഫൈനലി 84ാമത്തെ കിലോമീറ്റർ ഓൾമോസ്റ്റ് എത്തി.